സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. സാറ് എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വ്യാജ പരാതിയെന്ന് രാഹുൽ ഈശ്വർ 24-നോട് പറഞ്ഞു. കള്ളക്കേസാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ജാമ്യം കിട്ടിയാൽ അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക, വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക്. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റിനു, രാഹുൽ ഈശ്വർ പറഞ്ഞതൊക്കെ ആവർത്തിക്കുന്നു. ഈ വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ അതേ വാദങ്ങളാണ്. മെൻസ് കമ്മീഷൻ എന്ന തന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ തന്റെ ആവശ്യം, അതിന്റെ പ്രസക്തിയാണ് ഈ അറസ്റ്റിലും വെളിവാകുന്നതെന്നൊക്കെ വാദങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? വൈദ്യപരിശോധന പൂർത്തിയായോ? ഗൂഗിൾ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ 11 മണിയോടുകൂടി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. നിലവിൽ നേരത്തെ വെയിലബിൾ ഒഫൻസ് ആയിരുന്നു ചാർജ് ചെയ്തെങ്കിൽ ഇപ്പോൾ നോൺ വെയിലബിൾ ഒഫൻസ് ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. 75(1)(4) വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. സ്ത്രീകളോട് മോശം രീതിയിൽ അസഭ്യം പറയുക അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം നടത്തുക എന്നുള്ളതാണ് ഈ വകുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം മെൻസ് അസോസിയേഷൻ വേണം എന്നുള്ളതാണ്. ഒരു തരത്തിലും ഈ കുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒന്നും തന്നെ താൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്, തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, ഇത് വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് അവിടെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് നാളെ 11 മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ശരി റിനു, ഏതായാലും അതിജീവിത എന്ന പദം പോലും വക്രീകരിച്ച് വീഡിയോ പബ്ലിഷ് ചെയ്ത ശേഷമാണ് ഈ വാദങ്ങളൊക്കെയും. ഏതായാലും ഗുരുതരമായ വകുപ്പുകളാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.